അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നിതാ അത്താഴം മുതൽ നോമ്പ് തുറ വരെയുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. ഒരുപാട് റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം 3:45 എണിച്ച് വന്നതാണ്. എണിക്കുമ്പോൾ ഒരു 3:30 എണിക്കും കേട്ടോ. പിന്നെ നമ്മളെ പല്ല് തേക്കലും അങ്ങനത്തെയൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലോട്ട് എത്തുമ്പോൾ ഒരു 3:45 4 മണിയൊക്കെ ആവാനാവുമെന്ന് മാത്രം. അപ്പം ഞാൻ എന്നും ചെയ്യണ പോലെ ചോറൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ചില്ലി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. കറി ചൂടാക്കി മാറ്റി വെച്ചു കേട്ടോ. ഇനി ഉമ്മാക്കുള്ള ഉപ്പേരിയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഞാനിന്ന് മസാല ഓട്സാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അതിൽ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഞാൻ തൽക്കാലം ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ജസ്റ്റ് ഒരു ക്യാരറ്റൊക്കെ ഇട്ട് അങ്ങനെ സെറ്റാക്കി എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. കൂടുതലായിട്ട് അടിപൊളിയൊന്നും ആക്കാൻ നോക്കിയില്ല. കാരണം നമ്മൾ സഹറിനെ എണിച്ച് ഈ സഹർ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കുറേ പേര്. ഞാൻ സഹർ എന്ന് പറഞ്ഞപ്പോൾ അത് ഏതോ ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചിട്ടുണ്ട് തോന്നണു കേട്ടോ. അല്ലാണ്ട് അങ്ങനെ ക്വസ്റ്റ്യൻ വരില്ലല്ലോ. അപ്പം സഹർന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്താഴത്തിനെയാണ് കേട്ടോ. നമ്മൾ രാവിലെ എണിച്ച് കഴിക്കുന്ന ആ ഒരു ഇതിനെയാണ് കേട്ടോ ഞാൻ സഹർന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പിള്ളേരൊക്കെ കഴിച്ച് ചായ വെച്ച് ഞാൻ ചായ വെക്കണ ആ ടൈമിൽ തന്നെ ഉള്ള പാത്രങ്ങളിൽ വേഗം കഴുകി എടുക്കും കേട്ടോ. ചായ ആയപ്പോൾ ഇതാ കൊണ്ടു കൊടുക്കുകയാണ്. ഒരു ഗ്ലാസ് ചായ ഞാൻ മാറ്റി വെക്കും ഉപ്പാക്ക് വേണ്ടിയിട്ട്. ഉപ്പ നിസ്കാരം കഴിഞ്ഞിട്ട് ചായ കുടിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇനി ഇതാ ഈ ഒരു വലിയ ബോട്ടിൽ വെള്ളം ഫുള്ള് കുടിച്ച് തീർക്കണം ബാങ്ക് കൊടുക്കണതിന് മുമ്പേ. അപ്പം ഞാൻ അതൊക്കെ നിറച്ച് നമ്മുടെ വാതിലൊക്കെ അടച്ച് പോയി. പിന്നെ എണിച്ച് വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ 8:30 9 മണി. 8:30 അല്ല 9 മണി കറക്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചു വാരലും ക്ലീനിങ്ങും തൊടി അടിക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ. ഫ്രണ്ട് നമുക്ക് അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാറ്റ് വന്നിട്ടുണ്ടാവും ആ സമയത്തേക്കും. അപ്പോൾ അയാൻകുട്ടിക്ക് ട്യൂഷനുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി അവനെ ഞാൻ കടയിലോട്ട് പറഞ്ഞു വിടുകയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. നോമ്പെടുത്തിട്ട് നമ്മൾ അവരെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് തന്നെ ഭയങ്കര ക്ഷീണം. അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യം എന്തായിരിക്കും. അപ്പോൾ ഞാൻ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പേരിക്ക് എന്താ പറയുക നമ്മുടെ ആ ഒരു മിക്സിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചോപ്പ് ചെയ്തെടുത്തത്. ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അങ്ങ് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഭയങ്കര ഈസിയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് കല്യാണി പറഞ്ഞു തന്നതാണ്. കാരണം കല്യാണി എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ആ ഒരു ഫുഡ് പ്രോസസ്സർ ഉണ്ടായിട്ട് എന്തിനാ ചേച്ചി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കണേ, അതിലിട്ട് അങ്ങ് ഒരു കറക്കിയാൽ പോരെ എന്ന് ചോദിച്ചു അവളൊരു ദിവസം. അപ്പം ഞാൻ വിചാരിച്ചു ഈ പയറൊക്കെ അതിൽ കറക്കിയാൽ നന്നായിരിക്കുമെന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പൊടിയായി അരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്തു. സമയം ഭയങ്കര ലാഭവും. ഇനിയിപ്പോൾ എല്ലാം അങ്ങനെ തന്നെ ചെയ്യണം. ഞാൻ ഇതിലൂടെ അവൾക്ക് താങ്ക്സ് പറയണം. അവൾ വ്ളോഗ് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും അവൾ പറഞ്ഞ പിന്നെയാണ് ഞാനതിങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഉള്ളി സ്ലൈസ് ചെയ്യാൻ അങ്ങനെ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പ്രീതിയുടെ ആ ഫുഡ് പ്രോസസ്സർ പ്രീതി സോഡിയാക്കിൻ്റെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വേഗം വന്ന് തുടയ്ക്കലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണ്, തുടയ്ക്കൽ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി നമുക്ക് ഈവനിങ്ങിൽ ആവശ്യമുള്ള ജ്യൂസ് ഉണ്ടാക്കണം. അതേപോലെ തന്നെ ഇന്ന് ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നുണ്ട്. കട്ട്ലറ്റിൻ്റെ മസാല ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ഞാൻ 2 സ്നാക്ക് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതേപോലെ ഓയിൽ കുറച്ചുകൂടെ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു കമൻറ്റ് ഉണ്ട്. നമ്മളിവിടെ സ്നാക്ക് റെസിപ്പി 1 അല്ലെങ്കിൽ 2 ഇത്രേ കഴിക്കുന്നുള്ളൂ കേട്ടോ. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ 5 6 വക സ്നാക്ക് ഉണ്ടാക്കി അത് വയറ് നിറയെ കഴിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം. നമ്മൾ അങ്ങനെയൊന്നും കഴിക്കുന്നില്ല കേട്ടോ. പിന്നെ റെസിപ്പി വീഡിയോസ് എന്തായാലും നമുക്ക് വേണമല്ലോ. അപ്പം പിന്നെ എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാനൊന്നും നിൽക്കില്ല കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കുറേ നേരം റെസ്റ്റ് എടുത്ത് നിസ്കാരം അങ്ങനത്തെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് കിച്ചണിലോട്ട് പോകുന്നത് സ്ഥിരം പോകുന്നത് പോലെയല്ല, കുറച്ച് വൈകിട്ടായിരുന്നു. കാരണം ഞാൻ രാവിലെ കുറച്ച് പരിപാടികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണമാണേ. അപ്പം കിച്ചണിലോട്ട് കയറിയതും ഞാൻ വേഗം സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചു. അതിൽ സ്നാക്കിന് വേണ്ടിയിട്ടും ജ്യൂസിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങും ക്യാരറ്റും എഗ്ഗുമാണ് കേട്ടോ ഞാൻ പുഴുങ്ങാൻ വേണ്ടി വെച്ചത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. ജ്യൂസ് മീൻസ് ഷേക്ക് ഉണ്ടാക്കാം കേട്ടോ.
അപ്പോൾ ഇതുപോലൊരു കപ്പ് പാല് നിറയെ എടുത്തിട്ടുണ്ട്. നല്ല പാല് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാനിവിടെ ആ കപ്പിന് പകുതി പാലും പകുതി വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് വെള്ളത്തിൽ തന്നെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. കാരണം നമുക്കിനി പാല് വേറെ വേണതിന്. അപ്പോൾ എല്ലാറ്റിലും പാല് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് പാല് തിളച്ച ശേഷം അതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കസ്റ്റാർഡ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ അടുത്ത് കുറേ പ്രാവശ്യമായിട്ട് 2-3 കമൻറ്റ്സ് വരുന്നുണ്ട്. കസ്റ്റാർഡ് തണുത്ത ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് അടിച്ചിട്ട് ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാൻ പറഞ്ഞിട്ട്. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം ഞാൻ അങ്ങനെ ചെയ്യാം. പിന്നെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, തിക്കുള്ള കസ്റ്റാർഡ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മുടെ എഗ്ഗും കിഴങ്ങും എല്ലാം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് ആവശ്യം ഈ ഒരു ക്യാരറ്റാണ്. അത് ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. തൊലി ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കളയുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കസ്കസ് എടുക്കുന്നുണ്ട്. കസ്കസ് ഇല്ലാത്ത പരിപാടി ഇല്ലേ ചോദിച്ചിട്ട്, നമ്മുടെ ശരീരത്തിന് ഭയങ്കര നല്ലതാണ് ഈ ചൂട് കാലത്ത് കേട്ടോ. അതിനാണ് ഞാൻ മാക്സിമം എല്ലാറ്റിലും കസ്കസ് യൂസ് ആക്കുന്നത്. ഒരു 3/4 സ്പൂണൊക്കെയാണ് കേട്ടോ ഇപ്രാവശ്യം ഞാൻ കസ്കസ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നല്ല പഴുത്തൊരു മാങ്ങ വേണം. ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ്. നമ്മുടെ കത്തി സൂപ്പർ കേട്ടോ. വെജിറ്റബിൾ കട്ട് ചെയ്യാനും മാങ്ങ ഇതുപോലത്തെ ഫ്രൂട്ട്സുകളൊക്കെ ഇല്ലേ അതൊക്കെ കട്ട് ചെയ്യാൻ അടിപൊളിയാണ്. പക്ഷേ ഒട്ടും കനവും ഇല്ല കേട്ടോ കത്തിക്ക്. നമ്മൾ പിടിച്ച് വളച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും, അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും കസ്റ്റാർഡ് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ മാങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ച് നമ്മുടെ ക്യാരറ്റും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മാങ്ങ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ക്യാരറ്റും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരുപാട് പഞ്ചസാര വേണ്ട, കാരണം നമ്മൾ ഡെയിലി പഞ്ചസാര ജ്യൂസിലൊക്കെ കുടിക്കുന്നതല്ലേ. പിന്നെ പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ബ്ലെൻഡാക്കി എടുക്കുക. നമ്മൾ ബ്ലെൻഡാക്കിയപ്പോഴത്തേക്കും 2-3 പീസസൊക്കെ അതിൽ പെട്ടു കേട്ടോ. പിന്നെ സാരില്ല എന്ന് വിചാരിച്ചു ഞാൻ. ഇനി എനിക്ക് വയ്യ പോയി ബ്ലെൻഡാക്കാനെന്ന് വിചാരിച്ച് മടിച്ചിട്ട് അങ്ങനെ തന്നെ എടുത്തു കേട്ടോ. പിന്നെ കസ്കസ് ഇട്ട് കൊടുത്തു. ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുത്തു കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് ഇതുപോലത്തെയൊക്കെ ഷേക്ക് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മൂപ്പര് ഇവിടെ ഇല്ല കേട്ടോ. ജോബിൻ്റെ ആവശ്യത്തിന് 2-3 ദിവസമായിട്ട് പുറത്താണ്. അങ്ങനെ ബദാമും ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പിസ്ത ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം. നമ്മുടെ സ്നാക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് തണുത്ത് വരും കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇന്നത്തെ സ്നാക്ക് റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ കട്ട്ലറ്റിൻ്റെ മസാലയാണ് കേട്ടോ ആക്കിയിട്ട് എടുക്കുന്നത്. എണ്ണ ചൂടാക്കി വലിയുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവൊക്കെ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാല കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ പാക്കറ്റിൽ നിന്ന് അങ്ങനെ കുട്ടി ഏകദേശം 1 സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാലയുടെ പച്ചമണം മാറ്റിയിട്ടെടുക്കാം. ഇതിലോട്ട് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടിയും ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ മിക്സഡ് ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് തൊലിയൊക്കെ കളഞ്ഞിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊന്നും ഇല്ലാണ്ട് നമ്മൾ അങ്ങനെ എടുക്കണം. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്ഥിരമുള്ള സ്പ്രിംഗ് ഒനിയനും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഒനിയൻ ചേർത്തി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു കമൻറ്റ് വന്നേ. നല്ല ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നല്ല ടേസ്റ്റ് തോന്നി. മല്ലിയിലയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. സ്പ്രിംഗ് ഒനിയൻ്റെ ഫ്ലേവർ വേറെ, മല്ലിയിലയുടെ വേറെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മസാലയൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വേറെ കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിവിടെ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എഗ്ഗ് ബീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഫില്ലിംഗ് കൊണ്ട് നമ്മുടെ സ്ഥിരം കട്ട്ലറ്റ് തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മസാലയ്ക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി വെച്ചതാണ്. പിന്നെ നമ്മുടെ എഗ്ഗിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കംപ്ലീറ്റ് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനൊരു 8 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അതായത് ഈ പറഞ്ഞ പോലെ ആള് വീതം 2 എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കേട്ടോ ഉണ്ടാക്കുന്നത്. ഡെയിലി കഴിക്കണോണ്ട് ഞാൻ എണ്ണ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. നമ്മൾ എണ്ണ ഇല്ലാണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് കഴിക്കും. ചില സമയത്ത് കഴിക്കാൻ വയ്ക്കൂല, അപ്പോൾ അതങ്ങ് വേസ്റ്റായി പോവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് ചോദിക്കും ഇന്ന് എത്ര വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും. അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓരോന്ന് സമൂസയാണെങ്കിലും കട്ട്ലറ്റ് ആണെങ്കിലും ഒക്കെ ആക്കാറുള്ളത്. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റിനെ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സെയിം ഫില്ലിങ് വെച്ചിട്ട് തന്നെ ഞാനിവിടെ മുട്ടപ്പെട്ടി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിട്ട് പേരാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല കേട്ടോ. ഞാൻ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ 2 എഗ്ഗ് ഞാൻ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സമൂസയുടെ ഷീറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക, നല്ല കുരിശിൻ്റെ ആകൃതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ കട്ട്ലറ്റിൻ്റെ ആ മിക്സ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു എഗ്ഗ് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇതിലോട്ട് എണ്ണ കുടിക്കില്ലേന്ന്. അതേ, കുടിക്കും, നല്ലപോലെ കുടിക്കും. അതുകൊണ്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഡീപ്പായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ എയർ ഫ്രയറിൽ നമുക്ക് ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല പപ്സ് പോലെ കഴിക്കാൻ പറ്റും കേട്ടോ. അത്രയും ടേസ്റ്റായിട്ടാണ് അവരൊക്കെ പറഞ്ഞത്. ഞാൻ കഴിച്ചിട്ടില്ല സംഭവം. അങ്ങനെ ഇതുപോലെ നായ്ക്കളൊക്കെ കുരയ്ക്കുന്ന അവിടുന്ന്. അപ്പോൾ മൈദയുടെ പീസ് വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, എവിടെയും പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 4 എണ്ണമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. കറക്റ്റ് 4 പേർക്ക്. ഞാൻ കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഞാൻ ഇന്ന് ഒരു കട്ട്ലറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നോമ്പ് തുറന്ന പിന്നെ. അങ്ങനെ ഞാൻ 2ാമത്തെ ഉണ്ടാക്കി. ഒന്നുകൂടിയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നിങ്ങളുടെ ഈ ഒരു വീഡിയോയും കൂടെ കാണിക്കുന്നത് കേട്ടോ. ഇതുപോലെ മൈദയുടെ പീസ്റ്റാക്കിയിട്ട് 4 ഭാഗവും ഒട്ടിച്ചെടുക്കുക. നമ്മൾ എഗ്ഗ് ഇതുപോലെ വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. നല്ല പ്രസ്സാക്കിയിട്ട് നമുക്കിത് ഫില്ലാക്കിയിട്ട് എടുക്കാം. എഗ്ഗ് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് പൊങ്ങി നിൽക്കുമല്ലോ. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതിലും കമ്മി എണ്ണ ആക്കിയിട്ടെടുത്താലും കുഴപ്പമില്ല കേട്ടോ. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ സൈഡിലൊക്കെ നമ്മൾക്ക് ഇങ്ങനെ നിർത്തി ഇതുപോലെ ആക്കിയിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് റിമൂവ് ആക്കുക. സെയിം ഓയിലിൽ തന്നെ ഞാൻ കുറച്ചുകൂടി ഓയിൽ ഇച്ചിരിയും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ കട്ട്ലറ്റും ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ ഒരു 5 മിനിറ്റ് മുന്നുള്ള ടൈമിലാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്രോസസ്സൊക്കെ ചെയ്യാറ്. നമ്മുടെ വീഡിയോയിൽ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നിച്ചങ്ങ് ചെയ്യുന്നു മാത്രം. ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ സംസാരം ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് കണ്ണൂരിൽ നിന്നൊരു കുട്ടി മെസ്സേജ് ആക്കിയിരുന്നു. സാധാരണ മെസ്സേജല്ല, കമൻ്റ് ആക്കിയിരുന്നു. സാധാരണ കണ്ണൂരത്തെയും കോഴിക്കോടത്തേക്ക് സ്ലാങ്ങാണ് എല്ലാവർക്കും ഇഷ്ടമാവാറ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരുടെ സ്ലാങ്. എൻ്റെ പിന്നെ എല്ലാം കൂടെ മിക്സ് ആയതുകൊണ്ടായിരിക്കാം മേ ബി അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നത്, അറിയില്ല. എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെന്താണ്, കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ വായിച്ചു. അതായത് നോമ്പെടുക്കുമ്പം എപ്പോഴാണ് തുടങ്ങുക, എപ്പോഴാണ് എൻഡ് ചെയ്യുക, വെള്ളം കുടിക്കാൻ പറ്റുമോ, ഡെയിലി നോമ്പെടുക്കണോ, ഇങ്ങനെ കുറേ കമൻറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഒരു മാസമാണ് നോമ്പ്, 30 ദിവസം, ചില സമയത്ത് 29 ദിവസം ആവും കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ 5:20 ഇവിടെ ബാങ്ക് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കലും നിർത്തണം, വെള്ളം കുടിക്കലും നിർത്തണം. അതുവരെ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. പക്ഷേ ഈ പറയുന്ന പോലെ നോമ്പെടുത്താൽ നമുക്ക് ഓവറായിട്ടൊന്നും ഈറ്റ് ചെയ്യാൻ പറ്റില്ല. പല ആൾക്കാരും പറയും നോമ്പെടുക്കണത് ഇവർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ. അതൊക്കെ ചുമ്മാ ആണ്. കഴിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ നമുക്കൊന്നും കഴിയാറേ ഇല്ല കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കുന്നത് നമ്മൾ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത്. നമ്മൾ ബാങ്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ തുറക്കാറ്. ശരിക്കും അതിന് 1-2 മിനിറ്റ് മുന്നേ തുറക്കാം കേട്ടോ. കാരണം പള്ളിയിലൊക്കെ തുറന്ന ശേഷമാണ് ബാങ്ക് കൊടുക്കാറെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ടൈം നോക്കി തുറക്കുന്നവരൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ ആ ബാങ്ക് കേട്ടാൽ അങ്ങ് തുറക്കാൻ തോന്നത്തുള്ളൂ. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പാപ്പ ഇവിടെ പറയും തുറന്നോന്നൊക്കെ പറയും, പക്ഷെ നമുക്ക് എന്തോ അറിയില്ല, ആ ബാങ്ക് കേട്ടാലേ നമുക്ക് തുറക്കാൻ തോന്നുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയായി ഞാൻ ടേബിളിലോട്ട് കൊണ്ടുപോയി നിരത്തുകയാണ്. വെള്ളം കുടിക്കാനുള്ള ഗ്ലാസ്സുകളാണ് ആദ്യം തന്നെ നിരത്തി വെക്കുന്നത് കേട്ടോ. പിന്നെ കട്ട്ലറ്റും നമ്മുടെ മുട്ടപ്പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എഗ് ബോക്സ് എന്നും പറയാം, ഒന്നുകൂടെ സ്റ്റാൻഡേർഡായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എഗ് ബോക്സ് എന്നും പറയാം കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു, നമ്മുടെ നോമ്പ് കഞ്ഞി ഒഴിച്ചു. തരിക്കഞ്ഞി ഉണ്ടാക്കാറില്ലേ എന്ന് ചോദിച്ചു. തരിക്കഞ്ഞി നമ്മളിവിടെ അങ്ങനെ ഉണ്ടാക്കാറില്ല, ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കണം ഇൻഷാ അല്ലാ. നമ്മുടെ മലപ്പുറത്തുകാരുടെ സ്പെഷ്യലല്ലേ അത് തരിക്കഞ്ഞി.
ഇന്ന് എന്താണ് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഫുള്ള് നായ്ക്കളാണ് കേട്ടോ, ഭയങ്കര സൗണ്ട്, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ സർബത്ത് വിളമ്പി, പിന്നെ ഇതാ നമ്മുടെ ഷെയ്ക്ക് എടുത്തിട്ട് വരണം, ഇനി ഫ്രിഡ്ജിലാണത്. അപ്പോൾ അതൊക്കെ ഇതാ സെർവ് ചെയ്തെടുക്കുകയാണ്, വാങ്ങി കൊടുക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താണ്, ഞാൻ എൻ്റെ പ്ലേറ്റിലോട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് വെച്ചു കേട്ടോ. ഫ്രൂട്ട്സ് കൂടുതൽ നിറയ്ക്കാമെന്ന് വിചാരിച്ചു. ഫ്രൂട്ട്സ് കൂടുതൽ കഴിച്ചിട്ട് പിന്നെ പലഹാരം കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കഴിക്കാൻ തോന്നില്ല, അതാണ് എൻ്റെ ഐഡിയ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കട്ട്ലറ്റ് വെച്ചു, ഒരു പകുതി ഗ്ലാസ് കഞ്ഞിയും വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഫുഡ് 2-3 ദിവസമായിട്ട് അധികം ഇല്ല എനിക്ക്, അതുകൊണ്ട് ഇന്ന് എനിക്ക് ചെറുതായിട്ട് തല കറങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നോമ്പിന് മര്യാദക്ക് ഫുഡ് കഴിക്കണം തന്നെയാണ് കേട്ടോ നല്ലത്. പിന്നെ നമ്മൾ ആ പ്ലാനിൽ ചേർന്നും പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക. പക്ഷെ ആ പ്ലാനിൽ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ചില സമയത്ത് എനിക്ക് മടി കാരണം ഞാൻ ഉണ്ടാക്കില്ല, അതാണ് പ്രശ്നം കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ നിറച്ചു, ബാങ്ക് കൊടുത്തു, ഞാനും ഉമ്മയും വന്നിരുന്ന് നോമ്പൊക്കെ തുറന്നു. അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും റെസിപ്പികളും നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നോമ്പൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഹെൽത്തി ആയിട്ട് തന്നെ നോക്കുക. എണ്ണ പലഹാരമൊക്കെ കഴിക്കുമ്പോൾ വളരെ കുറവ് കഴിക്കുക. അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഡീഹൈഡ്രേഷനൊക്കെ പെട്ടെന്നുണ്ടാകും. തണുത്ത വെള്ളമൊന്നും മാക്സിമം കുടിക്കാണ്ടിരിക്കുക. മിക്സ് ചെയ്ത് കുടിക്കുക കേട്ടോ, ഒട്ടും കുടിക്കേണ്ടെന്നൊന്നും പറയില്ല, മിക്സ് ചെയ്ത് കുടിക്കുക കേട്ടോ. അപ്പോൾ നാളെ ഒരു വ്ളോഗായിട്ട് ഇനിയും വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. നമ്മളെ വ്ളോഗ് ഡെയിലി കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഡെയിലി കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. ഹാവ് എ നൈസ് ഡേ.